അവർ കാശ് കൊടുത്ത് സ്റ്റേഷനിൽ നിന്ന് സെറ്റിൽ ചെയ്യാണ്. എസ് പിയുടെ മോൻ പോയി കഴിയുമ്പോൾ സുധിയെ പുറത്തിറക്കാൻ പറയും എസ് ഐ. സുധിയോട് എസ് ഐ ചോദിക്കും, നീ എന്താടാ വലിയ റൗഡിയാണോ, ഷർട്ടിൻ്റെ ബട്ടൺ ഇടാടാ. സുധി രൂക്ഷമായിട്ട് എസ് ഐയെ നോക്കിക്കൊണ്ട് ബട്ടൺ ഇടുകയാണ്. എസ് ഐക്ക് പക്ഷേ അതൊന്നും ഇഷ്ടാവില്ല. സുധിയുടെ മുഖത്തടിക്കുക അയാൾ. പിന്നെയും സുധി നോക്കുമ്പോൾ അയാൾ പിന്നെയും സുധിയെ അടിക്കുകയാണ്. സുഭാഷ് പറയും, വേണ്ട സാർ, എന്നെ അടിക്കരുത്. സുധിയോട് ലൈസൻസ് വാങ്ങി ഇൻസ്പെക്ടർ അവിടെ വയ്ക്കും. എന്നിട്ട് പറയും, ഒരു മാസം കഴിഞ്ഞിട്ട് നീ ഇനി വണ്ടിയെ തൊട്ടാൽ മതി. സുഭാഷ് പറയും, അത് അവിടെ ഇരുന്നോട്ടെ, ഒരു മാസം കഴിഞ്ഞിട്ട് എടുത്തോളാം. അത് പറഞ്ഞ് സുധിയും കൂട്ടി സുഭാഷ് അവിടെ നിന്ന് ഇറങ്ങാണ്. സുധിക്കാണെങ്കിൽ വല്ലാതെ ഫ്രസ്ട്രേഷൻ വരും. അവർ വീട്ടിലേക്ക് ഒരു ഓട്ടോയിൽ വന്നിറങ്ങുമ്പോൾ അച്ഛൻ കൊലായിൽ തന്നെ പാട്ടും കെട്ടിയിരിക്കുന്നുണ്ടാവും. എന്ത് പറ്റിയെന്ന് സുധിയോട് ചോദിക്കുമ്പോൾ സുധി ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകും. സുഭാഷിനോട് അച്ഛൻ ഇതേ ചോദ്യം ചോദിക്കും. പക്ഷേ സുഭാഷ് ഒന്നും പറയുന്നില്ല. നിധിയും അതുപോലെ തന്നെ അകത്തേക്ക് പോകും. സുധിയോട് ആരെങ്കിലും സംസാരിക്കാൻ നോക്കുമ്പോൾ അവരോടൊക്കെ സുധി തട്ടിക്കയറുകയാണ്. സുഭാഷ് വെള്ളം കൊണ്ടു കൊടുക്കുമ്പോൾ സുധി അത് തട്ടിത്തെറിപ്പിക്കും. ഹരീഷ് പറയും, നോക്കാതെ വണ്ടി ഓടിച്ച് എസ് പിയുടെ മോനെ തട്ടിച്ചിട്ട് ഉള്ള കാശും പോക്കിയല്ലോ. അതൊക്കെ കേൾക്കുമ്പോൾ സുധിക്ക് ദേഷ്യം വരും. സുധി ഹരീഷിനെ അടിക്കുകയാണ്. ഹരീഷിന് ദേഷ്യമുണ്ടെങ്കിലും ഹരീഷ് അതൊക്കെ കടിച്ചമർത്തും. സുധി വരെ അവനെ ഞാൻ വെറുതെ വിടാൻ പോണില്ല. സുഭാഷ് പറയും, നീ വെറുതെ ഇനിയും പ്രശ്നത്തിന് പോലെ, അവരൊക്കെ വലിയ ആൾക്കാരാ, ഇനിയും ആർക്ക് വേണമെങ്കിൽ കേസിലൊക്കെ കൊടുക്കാവുന്നേ ഉള്ളൂ. സുധി പറയും, എനിക്കിനി ഒരു മാസം വണ്ടി ഓടിക്കാൻ പറ്റില്ല. അതോർക്കുമ്പോഴാ നിധിയും സുധിയെ സമാധാനിപ്പിക്കുന്ന രീതി സംസാരിക്കും. സുധി പറയും, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവൻ്റെ ഭാഗത്താണ് തെറ്റ് മുഴുവൻ. സുധി അവിടെ നിന്ന് എണീറ്റ് അകത്ത് പോയിട്ട് ഇരിക്കുകയാണ്. സുധിയുടെ മനസ്സ് മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ച കാര്യങ്ങളാണ്. സുധി പെട്ടെന്ന് എണീറ്റ് മുകളിലിരിക്കുന്ന ബാഗ് എടുത്ത് അതിലെ കാശ് നോക്കും. അത് കാണാതാകുമ്പോൾ നേരെ ഹരീഷിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കും, ഇതിലെ കാശ് എവിടെടാ? ഹരീഷ് പറയും, ആ കാശ് എടുത്തിട്ടല്ലേ നിങ്ങൾ പുറത്തിറങ്ങിയത്. സുധി പറയും, നിന്നോടാരാ ഇതിന്ന് കാശെടുത്ത് കൊടുക്കാൻ പറഞ്ഞ്? ആ സമയത്ത് അച്ഛനും കൂടെ അകത്ത് വരികയാണ്. അച്ഛൻ പറയും, ഇവൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാടാ കാശ് കൊടുത്തത്? അത് അവൻ്റെ കാശല്ലേ, അതെടുക്കുമ്പോൾ അവനോടൊന്ന് ചോദിക്കണ്ടേ? ഹരീഷ് പറയും, ഇയാൾ പുറത്തിറങ്ങാൻ പിന്നെ ഞങ്ങളെയൊക്കെ കാശ് എടുക്കണം. ആ കാശ് കൊടുത്തോണ്ടാ ഇയാളിപ്പോൾ പുറത്തിറങ്ങിയത്. സുധി വയ്ക്കും, കാശ് കൊടുത്താൽ പിന്നെ എന്തിനാടാ ലൈസൻസ് അവിടെ വാങ്ങിച്ചു വെച്ചത്? അതൊന്നും ആലോചിക്കാനുള്ള ബുദ്ധിയില്ലേ നിനക്കൊന്നും? സുധി ഹരീഷിനെ കുറ്റപ്പെടുത്തുകയാണ്. ഹരീഷ് പറയും, ഇയാൾ ശ്രദ്ധയില്ലാതെ വണ്ടി ഓടിച്ചിട്ടാ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. സുധി പറയും, എൻ്റെ കാശേ എനിക്ക് ഇപ്പം കിട്ടണം. ഹരീഷ് പറയും, എങ്കിൽ വാ, ജയിലിൽ കിടക്കാൻ സമ്മയ്ക്ക്, ഞാൻ ആ കാശ് വാങ്ങിച്ചു തരാം. സുധി പറയും, ഞാനെന്തിന് ജയിലിൽ കിടക്കണം, ഞാൻ കുറ്റമൊന്നും ചെയ്തില്ല. ഹരീഷ് പറയും, താൻ എസ് പിയുടെ മോനായിട്ട് കച്ചറ ഉണ്ടാക്കിയിട്ടാ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇത് കേട്ടിട്ട് സുധി ഹരീഷിനെ അടിക്കുകയാണ്. കുറേ അടി കൊള്ളുമ്പോൾ ഹരീഷ് തിരിച്ചു അടിക്കും. നിധിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അവസാനം നിധി അകത്തു പോയിട്ട് പാത്രം എടുത്ത് കൊണ്ടുവന്ന് ഡൈനിങ് ഹാളിലേക്ക് എറിയുകയാണ്. എന്നിട്ട് സുധിയോട് ചോദിക്കും, എന്താ നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ ജയിലിലാണെന്ന് പറഞ്ഞപ്പോൾ ഇവരെ ഓടി വന്നതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ കാശെടുത്തു, അതുപോലെ ബാക്കിയുള്ള കാശ് ഇവരല്ലേ കൂട്ടിയത്. സുധീഷിനോട് നിധി അകത്തു പോകാൻ പറയാണ്. ഹരീഷിനോട് നിധി ചോദിക്കും, സുധിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഓടി ചെല്ലുന്ന ആളല്ലേ നീ, ആ സ്നേഹമൊക്കെ ഒന്ന് പുറത്ത് കാണിച്ചൂടെ? ഒന്ന് പറയുന്നതിന് തിരിച്ച് 10 പറയണോ? അച്ഛനോടും നിധി പറയും. അവർ വഴക്ക് കൂടുമ്പോൾ ഓരോന്ന് പറഞ്ഞ് എരി കയറ്റി കൊടുക്കുകയാണ് വേണ്ടത്. ഇനി ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പം ഞാൻ കാണിച്ചു തരാം. സുഭാഷ് വീട്ടിലേക്ക് വരുമ്പോൾ കൊലായിൽ നിൽക്കുകയാണ് ഹരീഷ്. എന്താണെന്ന് ചോദിക്കുമ്പോൾ ഹരീഷ് പറയും, ഒന്നുമില്ല. സുഭാഷ് അകത്ത് ചെന്ന് ചോദിക്കും, എന്താ നിധിയുടെ സൗണ്ടൊക്കെ കേട്ടിരുന്നല്ലോ? നികേഷ് പറയും, ഇവിടെ വഴക്കായിരുന്നു സുഭാഷ് ഏട്ടാ. സുധീഷ് ഏട്ടനോട് ചോദിക്കാതെ കാശെടുത്ത് കൊടുത്തതിന്. സുധീഷ് പറയും, എന്നോട് എൻ്റെ കാശ് കൊടുക്കുന്നതിന് മുന്നേ ഒന്ന് ചോദിക്കണ്ടേ? സുഭാഷ് പറയും, വേറെ കാശൊന്നും ഇല്ലായിരുന്നടാ, നിനക്ക് ആവശ്യം വരുമ്പോൾ കാശ് ഉണ്ടാക്കിയാൽ പോരെ നമുക്ക്. ഹരീഷ് പറയും, നമ്മൾ കാശുണ്ടാക്കി കൊടുത്തത് തെറ്റായി പോയി സുഭാഷ് ഏട്ടാ. സുധി പിന്നെയും സംസാരിക്കുമ്പോൾ സുഭാഷ് പറയും, എന്തിനാടാ നിധി എങ്ങനെ ടെൻഷനാക്കുന്നത്? നിങ്ങളുടെ വഴക്ക് തീർക്കുന്നതാണോ അവളുടെ ജോലി? അതിനാണോ നീ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവൾ ഇവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ പോലെ പോലെ എന്ന് പറയാനല്ല വേണ്ടത്, പോകാതിരിക്കാനുള്ള ഒരു സാഹചര്യം കൂടി വേണം ഇവിടെ. ഹരീഷിനോടും പറയും, അവന് സ്റ്റേഷനിൽ നിന്ന് അടിയും കിട്ടി വന്നതല്ലേ, അതിൻ്റെ ഇടയ്ക്ക് നീയും കൂടെ അവനോട് തർക്കിക്കാൻ നിൽക്കല്ലേ. സുഭാഷ് രണ്ടുപേരെയും പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. സുധിയും ഹരീഷും നിധിയും ഒക്കെ സുഭാഷ് പറയുന്നത് കേട്ട് നിൽക്കുകയാണ്.